ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പേജ് നമ്പർ 106 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. അതായത് ചോദ്യം ഇതാണ്: 2 poles of heights 3 meters and 2 meters are erected upright on the ground and ropes are stretched from the top of each to the foot of the other. അതായത് ഇവിടെ 2 പോൾസ് പിടിപ്പിച്ചിട്ടുണ്ട്, ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്തുകളാണ് ഈ 3 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും ടോപ്പ്, അപ്പോൾ ഇതിൻ്റെ ടോപ്പ് മറ്റേതിൻ്റെ ഫൂട്ടിലോട്ട് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അതേപോലെ രണ്ടാമത്തേതിൻ്റെ ടോപ്പിൽ നിന്നും ഒരു റോപ്പ് വെച്ചിട്ട്, കയറ് വെച്ചിട്ട് ആദ്യത്തേതിൻ്റെ ഫൂട്ടിലേക്കും വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ അറ്റ് വാട്ട് ഹൈറ്റ് എബവ് ദ ഗ്രൗണ്ട് ഡു ദ റോപ്സ് ക്രോസ് ഈച്ച് അതർ. അതായത് ഇത് തമ്മിൽ ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആണല്ലോ ഇത്. അത് ഗ്രൗണ്ടിൽ നിന്നും എത്ര ഉയരത്തിലാണ്, അതാണ് ആദ്യത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് പ്രൂവ് ദാറ്റ് ദിസ് ഹൈറ്റ് വുഡ് ബി ദ സെയിം വാട്ട് എവർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ്. ഈ ഡിസ്റ്റൻസ്, 2 പോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര തന്നെയാണെങ്കിലും ഈ ഹൈറ്റ് ഈ സെയിം ഹൈറ്റ് തന്നെ ആയിരിക്കും. അതായത് റോപ്പുകൾ കൂട്ടിമുട്ടുമ്പോൾ കിട്ടുന്ന പോയിന്റും ഗ്രൗണ്ടും തമ്മിലുള്ള ഹൈറ്റ് പോളുകളുടെ ദൂരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് തെളിയിച്ച് കാണിക്കണം. മൂന്നാമത്തെ പാർട്ട് ഓരോ പോളിൻ്റെയും ഹൈറ്റ് എയും ബിയും ആയിട്ട് എടുക്കുക. ഇനി ഈ ഹൈറ്റ്, ആ മീറ്റിംഗ് പോയിന്റും ഗ്രൗണ്ടും തമ്മിലുള്ള ഹൈറ്റിനെ എച്ചെന്നും എടുത്താൽ കിട്ടുന്ന റിലേഷൻ എന്താണെന്നും കൂടെ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്, ഫിഗറിനകത്ത് പേരൊന്നുമില്ല. അപ്പം നമുക്ക് ആദ്യത്തെ പോളിനെ എ ബി എന്ന് എടുക്കാം. രണ്ടാമത്തെ പോളിനെ സി ഡി എന്നും എടുക്കാം. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് പി എന്നും കൊടുക്കാം. അപ്പോൾ ഈ ഹൈറ്റ്, അതായത് ഇവിടെ നിന്നോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഉള്ള ഹൈറ്റ് പി ക്യു, അപ്പം അതിന് പി ക്യു എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് ഈ പി ക്യു എന്ന ഹൈറ്റ് ആണല്ലോ നമുക്ക് കാണേണ്ടത്. അപ്പോൾ അത് വരുന്ന ട്രയാങ്കിൾസ് എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് സിമിലർ ട്രയാങ്കിൾസ് വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഞാൻ ഇതിനകത്ത് ഈ ആദ്യത്തെയിൽ നിന്നും ഈ ട്രയാങ്കിൾ, അതായത് എ ബി ഡി എന്ന ട്രയാങ്കിളിനെ ഒന്നും കൂടി എടുത്ത് താഴോട്ട് വരച്ച് കാണിച്ചിരിക്കുക. അതിനകത്ത് പി ക്യു വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസ്, അതായത് പി ക്യു ഡിയും എ ബി ഡിയും സിമിലർ ആണ് പ്രൂവ് ചെയ്യണം. പി ക്യു ഡിയും എ ബി ഡിയും, അതിനകത്ത് ഈ പി ക്യു വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. ഇനി ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്കറിയാം ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, അതേപോലെ ഇതും 90 ഡിഗ്രിയാണ്. നമുക്ക് ഇതിനകത്ത് രണ്ടിനകത്തും കോമൺ ആയിട്ട് വരുന്ന ആംഗിൾ, അതായത് എ ബി ഡി എന്ന ട്രയാങ്കിളിലും പി ക്യു ഡി എന്ന ട്രയാങ്കിളിലും കോമൺ ആയിട്ട് വരുന്ന ആംഗിളിനെ നമുക്ക് എക്സ് ഡിഗ്രി എന്ന് എടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ ആംഗിൾ എത്ര വരും? 90 മൈനസ് എക്സ് വരും. ഇത് 90 മൈനസ് എക്സ് വരും. ഇനി ഇതിനകത്തും ഈ ആംഗിൾ ഡി എന്ന ആംഗിൾ എക്സ് ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? 90 മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ 2 ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾസ് ആണ് എടുക്കുക. അതായത് എ ബി ഡിയും പി ക്യു ഡിയും സിമിലർ ആണ് നമുക്ക് കിട്ടി. അപ്പോൾ 2 ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അതിൻ്റെ ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളുടെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? ട്രയാങ്കിൾ എ ബി ഡിയും, ഇവിടെ എഴുതാം ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ഡി, പി ക്യു ഡി. ഈ 2 ട്രയാങ്കിൾസ് എടുത്താണ് നമ്മൾ സിമിലർ ആണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തന്നു. സോ ദീസ് 2 ട്രയാങ്കിൾസ് ആർ സിമിലർ. ഇവിടെ ഈ ചെറിയ ട്രയാങ്കിൾ പി ക്യു ഡി എന്ന ട്രയാങ്കിളിൽ എക്സിന്റെ ഓപ്പോസിറ്റ് വരുന്നത് പി ക്യു ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാവേ? ട്രയാങ്കിൾ എ
ട്രയാങ്കിൾ പി ക്യു ഡിയിലും ട്രയാങ്കിൾ എ ബി ഡിയിലും എക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. എക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് പി ക്യു ആണല്ലോ. ഇനി ട്രയാങ്കിൾ എ ബി ഡിയില് എക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എ ബി. ഇനി 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ ചെറിയ ട്രയാങ്കിൾ പി ക്യു ഡിയില് ആദ്യം നമ്മൾ പി ക്യു ഡി ആണ് എഴുതിക്കുന്നത്. പി ക്യു ഡിയില് 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് ക്യു ഡി. ഇപ്പൊ ക്യു ഡി. ഇനി എ ബി ഡി എന്ന ട്രയാങ്കിൾ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ഈ ബി ഡി. ബി ഡി. ഇനി 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും കൂടെ നമുക്ക് എഴുതാം. 90യുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഇവിടെ ചെറിയ ട്രയാങ്കിളില് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന പി ഡി, വലിയ ട്രയാങ്കിളില് എ ഡി ആണല്ലോ. ഇനി നമ്മൾ ഇവിടെ നോക്കിക്കേ, ഈ പി ക്യു വരുന്നതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ പി ക്യു വരുന്നത് എക്സിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്, വേറൊരിടത്തും ഇല്ലല്ലോ. പിന്നെ മാത്രമല്ല ഈ പി ഡിയും എ ഡിയും നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആയിട്ടാണ് വരുന്നത്. അത് നമുക്ക് ആവശ്യവുമില്ല. കാരണം ഇവിടെ നോക്കിക്കേ, ഇത് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ 2 സെന്റിമീറ്റർ തന്നിട്ടുമുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കാം. അതായത് മെയിൻ ഫിഗറിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സി ഡി ബി എന്ന ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഇതേപോലെ തന്നെ ഞാൻ സെപ്പറേറ്റ് വരച്ച് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഞാൻ ഇവിടെ സെപ്പറേറ്റ് വരച്ചു. ഇവിടെയും പി ക്യു വരുന്നുണ്ടല്ലോ. ആ പി ക്യു ഉൾപ്പെടുന്ന ട്രയാങ്കിൾ, അതായത് പി ക്യു ബിയും പിന്നെന്താ സി ഡി ബിയും, ഈ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് ഇതേപോലെ തന്നെ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് ഈ റേഷ്യോസും എഴുതാം. ഇവിടെ രണ്ട് ട്രയാങ്കിളിന് കോമൺ ആയിട്ട് വരുന്ന ആംഗിളിനെ നമുക്ക് y എന്ന് എടുക്കാം. നേരത്തെ എക്സ് എടുത്ത് ഇവിടത്തേന് y എടുക്കാം. അപ്പൊ ഇത് 90 ഡിഗ്രിയും ആണല്ലോ. ഇനി ഇത് y ആണെങ്കിൽ ഇത് 90 മൈനസ് y ആണ്. അതേപോലെ ഇതും 90 മൈനസ് y ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയല്ലോ. ഇനി നമുക്ക് അതിന്റെ റേഷ്യോസ് കാണണം. ആ റേഷ്യോസ് കാണാൻ വേണ്ടിയിട്ട് ഈക്വൽ ആയിട്ട് വരുന്ന സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിളുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകൾ നമുക്ക് എഴുതി നോക്കാം. ഇവിടെ ഞാൻ രണ്ട് ട്രയാങ്കിളിന്റെ പേര് എഴുതിയിട്ടുണ്ട്. പി ക്യു ബി എന്നുള്ള ചെറിയ ട്രയാങ്കിളും രണ്ടാമത്തത് സി ഡി ബി എന്ന വലിയ ട്രയാങ്കിൾ. അപ്പോൾ രണ്ടിന്റെയും പേര് എഴുതിയിട്ടുണ്ട്. കോമൺ ആയിട്ട് വരുന്ന ആംഗിളാണ് y, മറ്റേ ആംഗിൾ 90 മൈനസ് y, 90 ഡിഗ്രി നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ വൈയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളുടെ റേഷ്യോ നമുക്ക് ആദ്യം എഴുതാം. വൈയുടെ ഓപ്പോസിറ്റ് ചെറിയ ട്രയാങ്കിൾ വൈയുടെ ഓപ്പോസിറ്റ് പി ക്യു, വൈയുടെ ഓപ്പോസിറ്റ് പി ക്യു ആണല്ലോ. ഇനി വലിയ ട്രയാങ്കിളിൽ വൈയുടെ ഓപ്പോസിറ്റ് സി ഡി, സി ഡി എന്ന് എഴുതാമല്ലോ. ഇനി 90 മൈനസ് വൈയുടെ ഓപ്പോസിറ്റ് ചെറിയ ട്രയാങ്കിൾ ബി ക്യു, ബി ക്യു, വലിയ ട്രയാങ്കിൾ 90 മൈനസ് വൈയുടെ ഓപ്പോസിറ്റ് സി ബി ഡി, ബി ഡി. ഇനി 90യുടെ ഓപ്പോസിറ്റ് പി ബി, ഇവിടെ 90യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ബി സി. ഇത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് രണ്ടിന്റെയും റേഷ്യോസ് എടുക്കാം. ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ടത് ഈ ഹൈറ്റ് ആണ്. അപ്പൊ ആ ഹൈറ്റ് ഉൾപ്പെടുന്ന സൈഡുകൾ മാത്രം എടുത്താൽ മതി. പിന്നെ നമുക്കുള്ളത് എ ബിയുടെ ലെങ്ത്തും സി ഡിയുടെ ലെങ്ത്തും, അപ്പൊ അതും വരണം. അപ്പൊ ഈ ലാസ്റ്റ് കോളമായ പി ബി എ ഡി അതിനകത്തൊന്നും വരുന്നില്ല. ഇവിടെ നോക്കിക്കേ, പി ബി ബൈ ബി സിയും വരുന്നില്ല. അപ്പൊ നമ്മൾ എടുക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഈ എക്സിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളുടെ റേഷ്യോ 90 മൈനസ് എക്സിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളുടെ റേഷ്യോ എടുത്താൽ മതി. അപ്പൊ ഇവിടെ റേഷ്യോ എടുക്കുമ്പോൾ പി ക്യു ബൈ എ ബി, പി ക്യു നമുക്ക് അറിയത്തില്ല, ബൈ എ ബി എന്ന് പറയുന്ന 3 സെന്റിമീറ്റർ ആണല്ലോ. അതിന്റെ ആ റേഷ്യോയും ഈ റേഷ്യോയും ഈക്വൽ ആയിരിക്കും. ക്യു ഡി അറിയത്തില്ല, ബി ഡിയും അറിയത്തില്ല. അപ്പൊ ക്യു ഡി ബൈ ബി ഡി എന്ന് തന്നെ നമുക്ക് എഴുതാം. ഇതിനെ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാമല്ലോ. ഇവിടെയും നോക്കിക്കേ, പി ക്യു നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. പിന്നെ പി ബിയും ബി സിയും ഒന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പോലെ തന്നെ ആദ്യത്തെ പോലെ തന്നെ ചെയ്യുക. അപ്പൊ പി ക്യു ബൈ
ഇനി സി ഡി എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 2 ഈക്വൽ 2 സെന്റിമീറ്റർ അല്ല മീറ്റർ ആണ്. ഈക്വൽ ടു BQ by BD. ഇതിനെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ 2 ഇക്വേഷൻസിനെയും കൂടെ ഒന്ന് ആഡ് ചെയ്യും. അതായത് 2 ഇക്വേഷൻസ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡുകൾ ആഡ് ചെയ്യുന്നു, റൈറ്റ് സൈഡുകൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്നത് ഒന്നാമത്തെ ഇക്വേഷനിൽ PQ by 3 പ്ലസ് രണ്ടാമത്തെ ഇക്വേഷനിൽ PQ by 2 ഈക്വൽ ടു റൈറ്റ് സൈഡ് QD by BD പ്ലസ് BQ by BD. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ന്യൂമറേറ്ററിൽ രണ്ടിടത്തും PQ ആണ്. അപ്പോൾ ആ PQനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ബാക്കിയുള്ളത് 1/3 പ്ലസ് 1/2 ആണ്. ഇവിടെ നോക്കിക്കേ, റൈറ്റ് സൈഡ് നോക്കിക്കേ, ഡിനോമിനേറ്ററിൽ BD ആണ് ഉള്ളത്. ഇനി ന്യൂമറേറ്ററിൽ QD പ്ലസ് BQ. ഫിഗറിൽ നോക്കിക്കേ, QDയുടെ കൂടെ BQ ആഡ് ചെയ്യുക. അതാണല്ലോ ഈ ഫുൾ ലെങ്ത് BD ഫുൾ ലെങ്ത് BD. അപ്പോൾ BD by BD എന്ന് വരുമല്ലോ, അതെന്താണ് 1 ആണ്. ഇനി ഇവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് നോക്കാം. അതായത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് 3യെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഡിനോമിനേറ്ററിൽ 3 × 2 6 വരും. ഇപ്പൊ PQ × 2 × 1 2 പ്ലസ് 3 × 1 3. 2 പ്ലസ് 3 എന്താണ് 5. 5/6 ഈക്വൽ ടു 1 എന്ന് വന്നല്ലോ. അല്ലെങ്കിൽ PQ എന്ന് പറയുന്നത് 6/5. ഈ 6/5 എന്ന് പറയുമ്പോൾ 6-നകത്ത് 5 1 ടൈം ഉണ്ട്, റിമൈൻഡർ 1 ആണ്. അപ്പോൾ ഡെസിമൽ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 10 ആക്കാം. 10/5 2 ആണ്. അപ്പോൾ 1.2 മീറ്റർ ആണ് നമ്മുടെ PQന്റെ ഹൈറ്റ്. അതായത് ഈ 2 റോപ്പുകളും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റും ഗ്രൗണ്ടും തമ്മിലുള്ള ഹൈറ്റ് ആണ് 1.2 മീറ്റർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യേണ്ട എന്താ? ഇവിടെ രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് എത്ര തന്നെ ആണെങ്കിലും ഈ ഹൈറ്റിന് മാറ്റം വരികയില്ല. അല്ലെങ്കിൽ ഈ ഹൈറ്റും പോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് നമ്മൾ കാണിച്ചാൽ മതി. നമ്മൾ ആദ്യത്തെ ട്രയാങ്കിളിൽ എക്സിൻ്റെ 90 - എക്സിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് എടുത്തു. രണ്ടാമത്തതിൽ വൈയുടെയും 90 - വൈയുടെയും ഓപ്പോസിറ്റുള്ള സൈഡുകളുടെ റേഷ്യോ ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ ആദ്യത്തെ റേഷ്യോ ഞാൻ ഒന്നും കൂടെ എഴുതാം. നേരത്തെ എന്ന് പറഞ്ഞാൽ മെഷർ ഉണ്ടായിരുന്നു. അതായത് AB 3 CD 2 മീറ്റർ എന്നൊക്കെ തന്നിരുന്നു. നമുക്ക് അതില്ലാതെ നമുക്ക് എഴുതാം. കാരണം നമുക്ക് ആ റിലേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ PQ by AB ഈക്വൽ ടു QD by BD എന്ന് ആദ്യത്തെ റേഷ്യോ എഴുതാം. ഇവിടെ രണ്ടാമത്തെ ട്രയാങ്കിളിൽ റേഷ്യോ വരുന്നത് PQ by CD ഈക്വൽ ടു BQ by BD എന്ന് എഴുതാം. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യാം. അതായത് ലെഫ്റ്റ് സൈഡുകൾ ആഡ് ചെയ്യുക. അപ്പോൾ PQ by AB പ്ലസ് രണ്ടാമത്തെ ലെഫ്റ്റ് സൈഡ് PQ by CD ഈക്വൽ ടു ആദ്യത്തെ ലെഫ്റ്റ് സൈഡ് QD by BD പ്ലസ് രണ്ടാമത്തെ റൈറ്റ് സൈഡ് BQ by BD. ലെഫ്റ്റ് സൈഡ് നോക്കി അറിയാം PQ കോമൺ ആണ്. അപ്പോൾ PQ നമുക്ക് പുറത്തെടുക്കാം. ബാക്കി 1/AB പ്ലസ് 1/CD ഈക്വൽ ടു ഇവിടെ ഡിനോമിനേറ്ററിൽ BD തന്നെയാണ്. അപ്പോൾ കോമൺ ആയിട്ട് എടുക്കാം. പിന്നെ QD പ്ലസ് BQ QD പ്ലസ് BQ അതായത് ടോട്ടൽ വരും BD തന്നെ വരും.
ബി ഡി ബൈ ബി ഡി നമുക്കറിയാം 1 ആണ്. ഇനി ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സി ഡി ഇൻറ്റു 1 വരും, പിന്നെ എ ബി ഇൻറ്റു 1 വരും. അത് തമ്മിൽ പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ പി ക്യു ഇൻറ്റു സി ഡി ഇൻറ്റു 1 സി ഡി പ്ലസ് എ ബി ഇൻറ്റു 1 എ ബി ബൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എ ബി ഇൻറ്റു സി ഡി ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇനി നമുക്ക് പി ക്യു ആണല്ലോ വേണ്ടത്. അപ്പോൾ പി ക്യു ഈക്വൽ ടു ഇത് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് എ ബി ഇൻറ്റു സി ഡി ബൈ എ ബി പ്ലസ് സി ഡി. ഇനി ഇതിൽ നോക്കിക്കേ, ഈ ഒരു ഇക്വേഷൻ ഇതാണല്ലോ നമുക്ക് കിട്ടിയ റിലേഷൻ. പി ക്യു ഈക്വൽ ടു എ ബി ഇൻറ്റു സി ഡി ബൈ എ ബി പ്ലസ് സി ഡി. പി ക്യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ്. എ ബി എന്ന് പറയുന്ന ഫസ്റ്റ് പോളിൻ്റെ ഹൈറ്റ്, സി ഡി എന്ന് പറയുന്ന സെക്കൻഡ് പോളിൻ്റെ ഹൈറ്റ്. ആ രണ്ട് പോളുകളുടെ ഹൈറ്റുമായിട്ട് റിലേഷൻ ഉള്ളൂ, അല്ലാതെ പോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസുമായിട്ട് ഇതിന് റിലേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് പോളുകളുടെ ഡിസ്റ്റൻസ് എത്ര മാറ്റിയാലും, പോളുകളുടെ ഡിസ്റ്റൻസ് അടുപ്പിച്ചാലും അകത്തി കൊണ്ടുപോയാലും ഹൈറ്റ് സെയിം തന്നെയായിട്ട് നിൽക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ പാർട്ട്. അതായത് രണ്ടാമത്തെ പാർട്ടിൽ നിന്ന് നമുക്ക് പി ക്യു ഈക്വൽ ടു എ ബി ഇൻറ്റു സി ഡി ബൈ എ ബി പ്ലസ് സി ഡിയും തന്നിട്ടുണ്ട്. ഇനി ഇവിടെ തന്നിരിക്കുന്നത്, മൂന്നാമത്തെ പാർട്ടിൽ തന്നിരിക്കുന്നത് പോളിൻ്റെ ഹൈറ്റ്, ആദ്യത്തെ പോളിൻ്റെ ഹൈറ്റ് എ മീറ്ററും രണ്ടാമത്തെ പോളിൻ്റെ ഹൈറ്റ് ബി മീറ്ററും ആണെങ്കിൽ ഇതെങ്ങനെ വരും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പി ക്യു എങ്ങനെ വരും? ഇപ്പോൾ എ ബിക്ക് പകരം എ എന്നും സി ഡിക്ക് പകരം ബി എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ എ ഇൻറ്റു ബി ബൈ എ പ്ലസ് ബി. ഇവിടെ പി ക്യു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, ഹൈറ്റ് എച്ച് എന്ന് കൊടുക്കാം. അപ്പോൾ പി ക്യുവിന് പകരം എച്ച് എന്ന് കൊടുക്കാം. അതായത് എച്ച് ഈക്വൽ ടു എ ഇൻറ്റു ബി ബൈ എ പ്ലസ് ബി. എയും ബിയും പോളുകളുടെ ഹൈറ്റാണ്. പോളുകൾ തമ്മിലുള്ള ദൂരം ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. താങ്ക് യു.